ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അതായത് ഒരു 9 മുതലാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോള് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, ഹസ്ബൻഡും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ ഒക്കെ ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ ഇതിലെ കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനുണ്ട്. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെയ്ത് തീർത്തിട്ട് വേണം ഇനിയിപ്പോൾ കിച്ചണിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ബീഫ് കറി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ബീഫൊക്കെ ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ ബീഫ് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ എടുത്ത് വെക്കും. അതിനുശേഷം പിന്നെ ആവശ്യമുള്ള സമയത്ത് പുറത്ത് വെക്കും. അങ്ങനെ തന്നെ ഇരുന്ന് അതിൻ്റെ ഐസൊക്കെ വിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തിരി കൂടി ഐസ് ഇടാനുണ്ട്, എന്നാലും ഒരു ഇതൊക്കെ ഐസ് വിട്ടിട്ടുണ്ട്. ഉച്ചക്കത്തേക്ക് പിന്നെ അച്ചിങ്ങ മെഴുക്കുവരട്ടി റെഡിയാക്കുന്നു. അപ്പോൾ അച്ചിങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുമ്പളങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയുള്ള തേങ്ങയും അങ്ങനെയുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ തലേ ദിവസം നമ്മൾ ഇതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ഫസ്റ്റ് ഒരു പ്ലാനിങ് വേണം കേട്ടോ. നമ്മൾ എന്താണ് ലഞ്ചിന് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഒരു പ്ലാനിങ് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം. ഇനിയിപ്പോൾ ഉള്ളി നന്നാക്കി വെക്കുക, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതൊക്കെ റെഡിയാക്കി വെക്കുക, തേങ്ങ റെഡിയാക്കി വെക്കുക, അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ കുക്കിങ്ങൊക്കെ സാവധാനത്തിൽ റിലാക്സ് ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉള്ളി സവാള ഇതൊക്കെ നന്നാക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് വേസ്റ്റും കാര്യങ്ങളൊക്കെ പ്ലേറ്റിലേക്ക് ഇടുകയാണെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ എപ്പോഴും നീറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ 2 ചെറിയ സവാള എടുത്തിട്ടുള്ളൂ. പിന്നെ ഉള്ളിയാണ് കേട്ടോ ഞാൻ കൂടുതലും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തക്കാളി ഏറ്റവും ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീഫ് ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് കഴുകിയിട്ട് അതും ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രിഡ്ജ് തുറക്കാനും ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ പറ്റിയതൊക്കെ നമ്മൾ ആ സമയത്ത് ഓരോന്നോരോന്ന് എടുക്കാതെ എല്ലാം ആവശ്യത്തിന് സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഡിഷ് ഡ്രൈയിങ് മാറ്റാണ്. അപ്പോൾ ഇതുപോലെ ഒരു മാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഐറ്റംസ് ഒക്കെ കഴുകി അപ്പോൾ തന്നെ വെള്ളം പോകാൻ വേണ്ടി വെച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഐക്കയുടെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാനിത് ഒരു 3-4 വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ എനിക്കിത്. അപ്പോൾ ഞാൻ സവാള വഴന്നതിൻ്റെ ഇടയിൽ ഞാൻ കുമ്പളങ്ങയും കൂടി ഒന്ന് കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വേവിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അപ്പോൾ തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ അപ്പോൾ ലാസ്റ്റ് കുറേ പാത്രങ്ങളോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അത് നമുക്കും ബുദ്ധിമുട്ടും കുറഞ്ഞ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെയുള്ള ഒരു റാക്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടിയൊക്കെ എല്ലാം ഇട്ട് വെക്കുകയാണെങ്കിൽ ഈ ഒറ്റ ഒരു റാക്ക് തന്നെ നമുക്ക് എടുത്താൽ മതി. ഓരോന്ന് നമുക്ക് കബോർഡ് തുറന്നെടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഈ ഒരു റാക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മളെല്ലാം അതിൽ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ കുമ്പളങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഞാൻ ബീഫിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ചില്ലി പൗഡറാണ് ഉപയോഗിക്കാറുള്ളത്. അത് തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ മല്ലിപ്പൊടി ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി മാത്രമാണ് മുളക് പൊടി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നോർമൽ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കാറുള്ളത്. അത് തീർന്നിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ കുമ്പളങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ചിങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കുമ്പളങ്ങയൊക്കെ ഞാൻ ഒന്നുകൂടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുമ്പളങ്ങ ഒന്നുകൂടി ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അച്ചിങ്ങ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഓരോന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓരോന്നായിട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചിങ്ങ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പ ഞാനന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ച മിക്സി, അതുപോലെ തന്നെ ചോപ്പർ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് തന്നെ തുടച്ച് ക്ലീനാക്കി എല്ലാ സ്ഥാനത്ത് തന്നെ എടുത്ത് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കഴുകിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഉണങ്ങിയ തുണി വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എല്ലാം തിരികെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുന്നത് ഒഴിവാക്കാനും പറ്റും. നമുക്കും ഒരു കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ കബോർഡിൻ്റെ അകത്തുനിന്ന് എടുക്കുമ്പോൾ ആവശ്യം കഴിയുമ്പോൾ തന്നെ അത് തിരികെ വെച്ച് കൊടുക്കുക കേട്ടോ. കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ നിറച്ച് കിടന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഒരു കുക്കിംഗ് ചെയ്യാനും. അപ്പോൾ കൗണ്ടർ ടോപ്പ് കാലിയായിട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കുക്കിംഗ് ചെയ്യാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.